പണ്ട് ഒരിടത്ത് ഒരു ചെറിയ ഗ്രാമത്തിൽ ഒരു വൃദ്ധ താമസിച്ചിരുന്നു. അവർ വളരെ ദയയും വിവേകവുമുള്ളവളും എപ്പോഴും സന്തോഷവതിയുമായിരുന്നു. ഗ്രാമത്തിലെ ആളുകൾക്ക് അവരെ വലിയ ഇഷ്ടമായിരുന്നു. അവർ ഉപദേശം തേടാനും തങ്ങളുടെ പ്രശ്നങ്ങളെക്കുറിച്ച് സംസാരിക്കാനും പലപ്പോഴും അവരുടെ അടുത്തു വരുമായിരുന്നു. ഒരു ദിവസം ഗ്രാമത്തിലെ ഒരു യുവാവ് അവരോട് ചോദിച്ചു, എന്ത് സംഭവിച്ചാലും നിങ്ങൾ എപ്പോഴും സന്തോഷവതിയായിരിക്കുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങൾക്ക് ഒരിക്കലും ദുഃഖം തോന്നുന്നതായി കാണുന്നില്ല. കാര്യങ്ങൾ തെറ്റിപ്പോകുമ്പോൾ നിങ്ങൾക്ക് വിഷമം തോന്നാറില്ലേ? വൃദ്ധ സൗമ്യമായി ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു, എന്റെ പ്രിയപ്പെട്ടവനെ, ജീവിതം ഉയർച്ച താഴ്ചകൾ നിറഞ്ഞതാണ്. ചില ദിവസങ്ങൾ നല്ലതായിരിക്കും, ചിലത് മോശമായിരിക്കും. പക്ഷേ ഞാൻ പഠിച്ചത് സന്തോഷം വരുന്നത് പുറത്തു നടക്കുന്ന കാര്യങ്ങളിൽ നിന്നല്ല, ഉള്ളിൽ നിന്നാണ് എന്നാണ്. യുവാവിന് ആശയക്കുഴപ്പമായി. അവൻ ചോദിച്ചു, നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? മോശം കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ നിങ്ങൾക്കെങ്ങനെ സന്തോഷിക്കാൻ കഴിയും? വൃദ്ധ അവനോട് സ്വന്തം ജീവിതത്തിൽ നിന്നുള്ള ഒരു കഥ പറഞ്ഞു. ഞാൻ ചെറുപ്പമായിരുന്നപ്പോൾ എനിക്കൊരു കുടുംബമുണ്ടായിരുന്നു, ഒരു ഭർത്താവും കുട്ടികളും. ഞങ്ങൾ സമ്പന്നരല്ലായിരുന്നു, പക്ഷേ ഞങ്ങൾ സന്തോഷത്തിലായിരുന്നു. ഒരു ദിവസം എന്റെ ഭർത്താവിന് അസുഖം വന്നു. മരുന്നു വാങ്ങാൻ ഞങ്ങളുടെ പക്കൽ വേണ്ടത്ര പണമുണ്ടായിരുന്നില്ല. ഞങ്ങൾ എല്ലാം ശ്രമിച്ചു, പക്ഷേ അദ്ദേഹം മരിച്ചുപോയി. അത് എന്റെ ജീവിതത്തിലെ ഏറ്റവും ദുഃഖകരമായ ദിവസമായിരുന്നു. ഞാൻ കരഞ്ഞു കരഞ്ഞു തളർന്നു. എനിക്കിനി ഒരിക്കലും സന്തോഷിക്കാൻ കഴിയില്ലെന്ന് ഞാൻ കരുതി. വൃദ്ധ കഥ തുടർന്നു പറഞ്ഞപ്പോൾ യുവാവ് ശ്രദ്ധയോടെ കേട്ടു. കുറച്ചു കാലത്തിനു ശേഷം ഞാൻ ഒരു കാര്യം മനസ്സിലാക്കി. എപ്പോഴും ദുഃഖിച്ചിരുന്നാൽ എന്റെ ഭർത്താവിനെ തിരിച്ചു കൊണ്ടുവരാൻ കഴിയില്ല. എന്റെ കുട്ടികൾക്ക് എന്നെ ആവശ്യമുണ്ട്. എനിക്ക് വീണ്ടും സന്തോഷം കണ്ടെത്തേണ്ടതുണ്ടായിരുന്നു. ഞാൻ ജീവിതത്തെ വ്യത്യസ്തമായി കാണാൻ തുടങ്ങി. ജീവിതത്തിൽ എപ്പോഴും നല്ലതും ചീത്തയുമായ നിമിഷങ്ങൾ ഉണ്ടാകുമെന്ന് ഞാൻ മനസ്സിലാക്കി. പക്ഷേ മോശം നിമിഷങ്ങളെ എന്റെ സന്തോഷം കവർന്നെടുക്കാൻ ഞാൻ അനുവദിക്കില്ലെന്ന് ഞാൻ തീരുമാനിച്ചു. യുവാവ് ആശ്ചര്യത്തോടെ അവരെ നോക്കി. പക്ഷേ നിങ്ങൾ അതെങ്ങനെ ചെയ്തു എന്ന് ചോദിച്ചു. വൃദ്ധ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എല്ലാ ദിവസവും രാവിലെ ഞാൻ ഉണരുമ്പോൾ എന്നോട് തന്നെ പറയും, ഇതൊരു പുതിയ ദിവസമാണ്, സന്തോഷിക്കാൻ എനിക്കെന്തെങ്കിലും കണ്ടെത്താൻ കഴിയും. ചില ദിവസങ്ങൾ മറ്റുള്ളവയേക്കാൾ പ്രയാസമുള്ളതാണ്, പക്ഷേ ഞാൻ എപ്പോഴും എന്തെങ്കിലും കണ്ടെത്തും, അത് ചെറുതാണെങ്കിൽ പോലും. ഒരു പക്ഷേ സൂര്യൻ തിളങ്ങുന്നുണ്ടാകാം, ഒരു പൂവ് വിരിഞ്ഞു നിൽക്കുന്നുണ്ടാകാം, അല്ലെങ്കിൽ ഞാൻ ഒരു സുഹൃത്തിനെ കാണുന്നുണ്ടാകാം. നന്ദിയുള്ളവനായിരിക്കാൻ എപ്പോഴും എന്തെങ്കിലും ഉണ്ടാകും. യുവാവ് അവർ പറഞ്ഞതിനെക്കുറിച്ച് ചിന്തിച്ചു. എന്നാൽ ശരിക്കും മോശമായി എന്തെങ്കിലും സംഭവിച്ചാലോ? നിങ്ങൾക്കെങ്ങനെ അപ്പോഴും സന്തോഷവാനായിരിക്കാൻ കഴിയും? അത് എളുപ്പമല്ല, വൃദ്ധ മറുപടി പറഞ്ഞു. പക്ഷേ ഞാൻ എന്നെ തന്നെ ഓർമ്മിപ്പിക്കും, എല്ലാം കടന്നുപോകും. മോശം സമയങ്ങളും എന്നേക്കുമായി നിലനിൽക്കില്ല. മോശം കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ ഞാൻ എന്നോട് പറയും, ഇതും കടന്നുപോകും. എന്റെ ആരോഗ്യം, എന്റെ സുഹൃത്തുക്കൾ, അല്ലെങ്കിൽ ഞാൻ ജീവിച്ചിരിക്കുന്നു എന്ന വസ്തുത പോലെ എനിക്കിപ്പോഴുമുള്ള നല്ല കാര്യങ്ങളിൽ ഞാൻ ശ്രദ്ധ കേന്ദ്രീകരിക്കും. സന്തോഷം ഒരു തെരഞ്ഞെടുപ്പാണ്. നിങ്ങൾക്ക് മോശം കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ദുഃഖിതനായിരിക്കാൻ തെരഞ്ഞെടുക്കാം, അല്ലെങ്കിൽ നല്ല കാര്യങ്ങൾ കണ്ടെത്തി സന്തോഷവാനായിരിക്കാൻ തെരഞ്ഞെടുക്കാം. ഇത് എല്ലായ്പ്പോഴും എളുപ്പമല്ല, പക്ഷേ അത് സാധ്യമാണ്. വൃദ്ധയുടെ വിവേകവചനങ്ങൾ കേട്ട് യുവാവ് നന്ദി പറഞ്ഞു. അവൻ അവരുടെ വീട്ടിൽ നിന്ന് പോയി അവരുടെ ഉപദേശം പരീക്ഷിക്കാൻ തീരുമാനിച്ചു. അന്നുമുതൽ വൃദ്ധയെപ്പോലെ അവൻ എല്ലാ സാഹചര്യങ്ങളിലും നല്ലത് കണ്ടെത്താൻ ശ്രമിച്ചു. പതുക്കെ പതുക്കെ കാര്യങ്ങൾ തെറ്റിപ്പോകുമ്പോഴും തന്റെ ജീവിതം മെച്ചപ്പെട്ടതായി അവൻ മനസ്സിലാക്കി. പോസിറ്റീവായിരിക്കാനും ചെറിയ കാര്യങ്ങളിൽ സന്തോഷം കണ്ടെത്താനും അവൻ പഠിച്ചു. വൃദ്ധയുടെ കഥ ഗ്രാമത്തിൽ മുഴുവൻ പരന്നു. കൂടുതൽ ആളുകൾ മനസ്സിലാക്കാൻ തുടങ്ങി, സന്തോഷമെന്നത് നിങ്ങൾക്കെന്തുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്കെന്ത് സംഭവിക്കുന്നു എന്നതിനെക്കുറിച്ചല്ല, മറിച്ച് നിങ്ങൾ ജീവിതത്തെ എങ്ങനെ കാണുന്നു എന്നതിനെക്കുറിച്ചാണ്. ആ വിവേകമതിയായ വൃദ്ധയെപ്പോലെ അവർ എല്ലാ സാഹചര്യങ്ങളിലും സന്തോഷിക്കാൻ പഠിച്ചു. അങ്ങനെ സത്യമായ സന്തോഷത്തിന്റെ രഹസ്യങ്ങൾ പഠിപ്പിച്ച വൃദ്ധയ്ക്ക് നന്ദി പറഞ്ഞ് ഗ്രാമം സന്തോഷമുള്ള ഒരിടമായി മാറി. സന്തോഷം ഒരു തെരഞ്ഞെടുപ്പാണ്, അത് ഉള്ളിൽ നിന്ന് വരുന്നു. ജീവിതം എത്ര ബുദ്ധിമുട്ടുള്ളതായാലും നമുക്ക് ചെറിയ കാര്യങ്ങളിൽ സന്തോഷം കണ്ടെത്താനും നല്ല കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ തെരഞ്ഞെടുക്കാം. ജീവിതത്തിലെ വെല്ലുവിളികൾ കടന്നുപോകും, എന്നാൽ ഒരു പോസിറ്റീവ് മനോഭാവം നമ്മെ ശക്തരും സംതൃപ്തരുമായി നിലനിർത്താൻ സഹായിക്കുന്നു.